ഒറ്റ സെക്കൻഡ്. പ്രേമലു എന്ന് പറഞ്ഞ സിനിമ തീർക്കണമെന്ന് ഞാൻ ഒത്തിരി നാളുണ്ടായി വിചാരിക്കുന്നു. പക്ഷെ തീർക്കാൻ പറ്റുന്നില്ല. അത് കാണാൻ എടുക്കുമ്പോ പുതിയ സിനിമ വരും. പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന. പിന്നെ നീ ഇന്നലെ തന്ന ബർഗർ കഴിച്ചിട്ട് എനിക്ക് വയറിനൊരു സുഖമില്ല. ലൂസ് മോഷൻ അടിച്ചെനിക്ക്. അയ്യോ, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെയാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. TFC ഇതുവരെ ഇങ്ങനെയൊന്നും പറ്റിയിട്ടില്ല ആർക്കും. ആ അത് വിട്, ഞാനേ നിന്നെ വിളിക്കാം. ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ തമിഴ്നാട്ടിൽ എവിടെയാണ്. സേലം എടുക്കാറായി. സേലോ? അല്ല, ഞാനും സേലത്തുണ്ട്. ആ ശരി, വെക്കുവാ. അല്ല, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ശരി. ആരടാ? ഹൗസ് ഓണറാണ്. നീ ഇന്ന് പരിങ്ങണ്ടായിരുന്നല്ല? അവളാടാ, രാവിലെ ഫുഡ് കഴിക്കാത്തതിന് എന്നെ ഒരു അരമണിക്കൂർ നിർത്തി പൊരിച്ച്. ഇപ്പൊ അവള് നാട്ടിൽ പോവാണ്, സേലം വഴിയാ പോണെന്ന്. എന്നോട് സ്റ്റേഷനിൽ വന്ന് നിൽക്കാൻ. നീക്കൊന്ന് ഫുഡ് കഴിച്ചോന്ന് ആരെങ്കിലും ചോദിച്ചാ? ആ, അതാണ്. റിലേഷൻഷിപ്പിലൊന്നും ചെന്ന് ചാടല്ല ടോനെ. സിംഗിൾ പസംഗ, അത് തന്നെയാണ് മാസം. ഇന്നലെ തന്നെ ഞാനോളും കൂടി പുറത്തു പോയിട്ട് ഒരു ബർഗർ കഴിച്ചു. അത് അവളുടെ വയറ്റിന് പിടിച്ചില്ല. ഇപ്പൊ ലൂസ് മോഷനൊക്കെ ആയിട്ട്. അല്ല, നിനക്ക് ഫസ്റ്റ് ഇയറിൽ ഇതേപോലെ ഒരു തൂറ്റൽ വന്നിട്ട് ഒരു ഒറ്റമൂലി കഴിച്ചിട്ടല്ലേ ശരിയായത്? നമ്മുടെ ഉമാശങ്കറിന്റെ പാർട്ടിയുടെ. ഏതൊറ്റമൂലി? ഏത് പാർട്ടി? എനിക്ക് ഓർമ്മയൊന്നുമില്ല. കുമുദം പാർട്ടി. അവരെ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഉമാശങ്കറിനെ ഒന്ന് വിളിച്ചോക്കട്ടെ. പാർട്ടി ഇപ്പോഴും ഉയരോട് ഉണ്ടോ എന്തോ? കുമുദം പാർട്ടി. പാർട്ടിയുടെ പേര് ഉണ്ടോ? കുമുദം. ഒറ്റമൂലിയോ? എടാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നാമത് നെയ്ക്കാരപ്പെട്ടില്ല, അതിനേരം വണ്ടി ഒന്നും നിർത്തിയിട്ടില്ല. അല്ല, അത് സാരമില്ല, ഞാൻ അവിടെ നിന്നോളാം. നീ ഏത് കമ്പാർട്ട്മെന്റ് എന്ന് പറ. സച്ചിന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എടി, പിന്നെ നിനക്ക് ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ തീരെ അങ്ങോട്ട് വെള്ളം പോലെയാണോ, അല്ലെങ്കിൽ അല്ല പാട്ടി ചോദിച്ച് നീ ഒറ്റമൂലി എന്ത് പണ്ടാരെങ്കിലും കൊടുത്താ? ഫോൺ വെച്ചേ. എടാ, നീ എങ്ങനെയാ പോകുന്നേ? ഞാൻ പോകോളാം. സൂക്ഷിച്ച്. ഞാനേ വിളിക്കാം. ശരി. ഹലോ ഹലോ, ആരാ? ആരാന്നോ? എടാ, ഞാൻ റീനുവാ. അയ്യോ, അതെ, ഫോണിന്റെ ഡിസ്പ്ലേ വീണപ്പോ പൊട്ടി, അത് കാരണം പെട്ടെന്ന് മനസ്സിലായില്ല. എടാ, നീ തിരിച്ചു പോയായിരുന്നോ? ഇല്ല. അപ്പൊ ഇപ്പോഴും നീ ആ പ്ലാറ്റ്ഫോമിൽ തന്നെയാ? അല്ല. പിന്നെ ഞാൻ ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ചാടി കയറി. എന്തിന്? അല്ല, എന്തായാലും ഇവിടെ വരെ എത്തി. അപ്പൊ നാട്ടിലൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു. സച്ചിന, നീ എന്ത് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നേ? ഓടുന്ന വണ്ടി ചാടിക്കറി വല്ല ആക്സിഡന്റും പറ്റിയിരുന്നെങ്കിലോ? അല്ല, അതിനൊന്നും പറ്റില്ലല്ലോ ഇപ്പൊ. പറ്റിയില്ല. എടി, ഞാനെ വിളിക്കാം. ഞാനിവിടെ ഒറ്റക്കാലിൽ നിൽക്കാണ്. ശരി. എടാ, നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ഇതില് കയറിക്കോ. അത് ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിക്കാൻ വരെയായിരുന്നു. അത് കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? കുഴപ്പമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് TTനോട് പറഞ്ഞു നോക്കാം. ഏതായാലും നീ വാ. ശരി. ശരി. കേറുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. എന്താ? ഈ മരുന്ന് എനിക്ക് തരാൻ വേണ്ടിട്ടാണോ നീ ഇത്ര കഷ്ടപ്പെട്ടത്? അതെ, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്. അല്ല, എന്റെ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അത് റീനുവിനെ പോലത്തെ നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ടാ. അല്ല, ഞാൻ തന്ന ബർഗർ കഴിച്ചിട്ടല്ലേ ഈ അവസ്ഥയിലായത്. ശരി, ഈ നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ? അതെന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? അല്ല, നാട്ടിൽ പോയിട്ട് എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യം? ആലോചിക്കാൻ സമയം അല്ല, എന്റെ വിസ രണ്ടാമത് അപ്ലൈ ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഏജൻസിക്കാർ വിളിച്ചിരുന്നു. മൊഴിയെടുപ്പ് കഴിഞ്ഞെങ്കിൽ ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? ബാബക്കോ. നമസ്കാരം. ഈ പ്രേമലും എടുത്ത് തീരുവോ? ഞാൻ എന്താ കാണിക്കുന്നേ? അല്ല, AC കമ്പാർട്ട്മെന്റിൽ എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല സിസ്റ്ററെ. ഇത് എവിടെയത്? അവിടെ. ഇവിടെ. നീ ആ മരുന്ന് കഴിച്ചില്ലേ? അയ്യോ, ഇല്ല. അടുത്ത് കഴിച്ചത്. ചേട്ടാ, ഇത് എങ്ങനെ കഴിക്കണ്ടേ? ഇത് അതങ്ങനെ എടുത്ത് വിഴുങ്ങി ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതി. അതൊന്നും നോക്കണ്ട, കഴിച്ചത് മുഴുവനും വടിച്ചെടുത്ത് കഴിച്ചത്. എത്ര? കുറച്ചുകൂടി മുഴുവനും എടുത്ത് കഴിക്കത്, വടിച്ച് കഴിക്കി. മതിയാ?
ഇല്ല ഒരു ആശ്വാസം തോന്നുന്നില്ലേ? എന്തേ? റീനു റീനു ഇവനെന്തിനാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കണത്? ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു മര്യാദ ഒക്കെ വേണ്ടേ? റിലേഷൻഷിപ്പോ? ആർക്ക്? അപ്പൊ ഇല്ലേ? ഇതെന്ത് കഷ്ടമാണ്. ഓഫീസിലെ കുറെ പേര് എന്നെ ആദ്യം കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടക്കാം. നീയും ഓഫീസിൽ അപ്പൊ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടല്ലേ? സച്ചിനെ ഒന്നാമത് എനിക്ക് വയ്യ. വെറുപ്പിക്കാണ്ടൊന്ന് പോയേ നീ. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. അതാ മരുന്ന് കഴിച്ചാ ഉറക്കം വരുമെന്ന് പാട്ടി പ്രത്യേകം പറഞ്ഞിരുന്നു. തായോ കിടന്നു 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 കിടന്നാ എണീക്കോ? എന്താടി റീനൂസ്? കിടന്നു. ഈ പാട്ടിയൊക്കെ ഉള്ളതാണോ? റീനു റീനു ഉറങ്ങിയ? വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സത്യം പറഞ്ഞ നാട്ടിലേക്ക് പോകാനല്ല ഞാൻ വന്നത്, നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്ന് കല്യാണ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പബ്ബിലേക്കും പിന്നെ ഈ ട്രെയിനിലേക്കും ഒക്കെ ചാടി കയറിയത്. ഇത് നിനക്ക് ബോധമുള്ള സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ എൻ്റെ അടുത്ത് ചാടിക്കടിക്കും. അതുകൊണ്ടാണ് ഉറക്കത്തിൽ പറഞ്ഞത്. റീനു, നീ ഇതുവല്ലതും കേൾക്കണ്ട? സച്ചിനെ ആലോ എത്തി. അയ്യോ, ഞാൻ നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ആ മരുന്ന് കഴിച്ചോണ്ടാണോന്നറിയില്ല, ബെറ്ററായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇറങ്ങട്ടെ. ഈ വീഡിയോ കാണുന്നവര് എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അയ്യോ, നോ മെൻഷൻ പ്ലീസ്. പിന്നെ 23-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. ഫ്ലാറ്റില് ചെറിയൊരു ആഘോഷമുണ്ട്. ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പൊ നീയും അമലും എന്തായാലും വായോ. അമല് വന്നില്ലെങ്കിലും നീ എന്തായാലും വരണം. എത്തിട്ട് മെസ്സേജ് അയക്കട്ടാ. ബൈ ബൈ. ബൈ. ശരി. ഒന്നില്ലെങ്കിലും സച്ചും വരണം. പിന്നെ നീ വന്നില്ലെങ്കിൽ എന്നോട് വരാനായിരിക്കും പറഞ്ഞത്. എന്നാ നീ ഇത് പിടി മോനെ. പുതിയ ഫോൺ സച്ചിനെ മോഷണം തുടങ്ങിയ നീ? പഴയ ഫോണാടാ. എത്ര കാശ് വാങ്ങിയോള്? കാശ തന്നെ. ട്രെയിനിൽ കയറുന്നു, മരുന്ന് കൊടുക്കുന്നു, അവള് ഫോൺ നിനക്ക് കയറുന്നു, നീ ഗിഫ്റ്റ് അവക്ക് കൊടുക്കുന്നു. ഇവിടം വരെ ഓക്കെ, ഗുഡ് ജോബ്. പക്ഷെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്? ഞങ്ങള് ഫ്രണ്ട്സ്. ഫ്രണ്ട് സോൺ? അതെന്താണ് ഈ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞ ഏതാണ്ട് കോമയെ കിടക്കണ പോലെയാണ്. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണ്ട്, ചത്തോന്ന് വെച്ചാൽ ചത്ത്. അതിന്ന് ബോയ് ഫ്രണ്ടിലേക്കുള്ള പോക്ക് ഏറെക്കുറെ അസാധ്യം തന്നെ പറയേണ്ടി വരും. എന്തിനാടാ ചെവിയിൽ വിളിക്കണത്? ഉറക്ക വിളിച്ചോ. ഹൈദരാബാദാണ്, ആർക്കും മനസ്സിലാവൂല. വിളിച്ചോ നീ. ഇല്ല, സമയം വൈകി വാടങ്ങിട്ട്. ഞാനും പേടിച്ചു. നിങ്ങളായിരുന്നോ? മനുഷ്യൻ ചുമ്മാ പേടിച്ചു പോയല്ലോ. ഞങ്ങള് പെട്ടെന്ന് എന്റെ ഷോക്കില, ഐ മീൻ സർപ്രൈസില്. ആ സർപ്രൈസിൽ ആർത്തും ഉല്ലസിച്ചതാ. ഹാപ്പി ബർത്ത്ഡേ. സച്ചനെ ഇത് അമ്മ അപ്പയും, അമ്മ ഇത് സച്ചൻ, അത് അമ്മ. വാ വന്നിരിക്കെ. എന്താ അറിയുന്നു, ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഹൈദരാബാദ് മൊത്തം ഉണ്ടല്ലോ. അതിന് ക്ലോസ് ആയിട്ടുള്ളവര് മാത്രല്ലേ ഉള്ളൂ ഇവിടെ. ചീപ്പ് സ്റ്റേഷനറി ഐറ്റംസ്. അതില് വേറൊരു സൂത്രം കൂടി ഉണ്ട്. ബോംബായിരിക്കും. ചൊമ്പൂരുപ്പ കമ്മ്യൂണിസം. കൊള്ളാം. അയ്യോ എനിക്കിഷ്ടായി. ബിരിയാണി ഉണ്ട്, കഴിക്കാം. എന്താ മോളെ? റീനുവിന് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല, സച്ചിൻ വരെ കൊടുത്തു. സച്ചിൻ വരെയാ?
ഇതെന്താ നമ്മളെന്താടാ സ്പീഡ് ആംഗുലീസോ? അയ്യോ ഞാനിത് മറന്നല്ലേ. റീനു തൽക്കാലം ഇത് പിടിക്കൂ. 10 നോട്ട, ഇതെന്താ വിഷുവാ? അപ്പം ഇതുവരെ അവളുടെ നാട്ടിൽ ഇട്ടിട്ടില്ല, നോയിക്ക് ഇപ്പൊ കിട്ടും. നോക്കി, ഇതിനകത്ത് സീരിയൽ നമ്പർ എന്റെ ഡേറ്റ് ഓഫ് ബർത്താ. എവിടെ നോക്കട്ടെ? പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ടല്ലേ റിസർവ് ബാങ്ക് നോട്ടടി. അയച്ചേട്ടാ ഇതിന്റെ പുറകെ പോലീസ് ഒന്നും വരില്ലല്ലോ അല്ലേ? റീനു പെടോ? നീ ഒന്ന് പോയമല്ലേ. ആദി, this is so special. I'm gonna keep this forever. It means a lot. Thank you. നോ പ്രോബ്ലം ഡിയർ. Okay, bye-bye. ആഫ്റ്റർ യു. Adi, you're such a gentleman. എടാ നീ കൊറേ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? എന്തായാലും ഞായറാഴ്ച ട്രിപ്പ് പോവല്ലേ? നിങ്ങളോണ്ട് 8ാം ക്ലാസ്സിലെ ആനുവൽ ഡേ കളിച്ച ആ ഡാൻസിന്റെ സ്റ്റെപ്പ് എനിക്കൊന്ന് ഓടിപ്പിച്ച. എന്തിനാ? ഇനി നടക്കപ്പോറത് യുദ്ധം.